Okay, let us start. Good afternoon once again. ഞാൻ പറയുന്ന ക്ലിയർ ആണല്ലോ അല്ലേ? നമ്മൾ ചാറ്റ് വിൻഡോ ടൈപ്പ് ചെയ്യണ്ട. ചാറ്റ് വിൻഡോ ടൈപ്പ് ചെയ്താലേ ഞാൻ കാണില്ല. പ്ലീസ് സ്പീക്ക്. സ്ലൈഡ് PPT പ്രസന്റേഷൻ വന്നോ അവിടെ? Can you see it? Okay. Okay then. So let us start today's class. നമ്മൾ ഫ്രൈഡേ പറഞ്ഞു നിർത്തിയ കാര്യങ്ങൾ എന്താണ്? ഏത് ടോപ്പിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്? Please anyone summarize it. അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇപ്പൊ പറഞ്ഞു പോകാൻ പോകുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്തവർ അല്ലെങ്കിൽ ലേറ്റർ വീഡിയോ വാച്ച് ചെയ്തവർ, those who have attempted the quiz, please. എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? നമ്മൾ എന്തുവായിരുന്നു ഡിസ്കസ് ചെയ്യുന്നത്? ടോപ്പിക് ഏതായിരുന്നു? ഷോക്ക് വേവ്. സോ വാട്ട് ഈസ് എ ഷോക്ക് വേവ്? Can you define? If you are asked to define what is a shock wave, how will you describe it? ഒരു സെന്റൻസിൽ പറയാൻ പറ്റും എന്താണ്? Irreversible discontinuity. So shock wave is an irreversible discontinuity that appear in supersonic flows. So what is the effect of having a shock wave in a supersonic flow? What will happen if there is a shock wave occurring in a duct or the passage and having a supersonic flow in it? What will happen to the flow? എന്താണ് അവിടെ സംഭവിക്കുന്നത്? എന്താണ് ഷോക്ക് വേവിന്റെ എഫക്ട്? എന്താണ് ഷോക്ക് വേവ്? ഷോക്ക് വേവ് എന്ന് പറയുന്നത് ഡിസ്കണ്ടിന്യൂറ്റി ആണെന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് കറക്റ്റ്. ഇറ്റ്സ് എൻ ഇറിവേഴ്സിബിൾ ഡിസ്കണ്ടിന്യൂറ്റി ദാറ്റ് causes losses in flow. So what is the effect of having a shock curve in the duct? എന്താണ് സംഭവിക്കുന്നത്? What is the effect, or what will happen for the fluid once it crosses that shock curve? എന്താണ്? എന്ത് പറ്റും? നിങ്ങൾ ഈ വായിക്കുന്നതൊന്നുമില്ലേ, പഠിക്കുന്നതൊന്നുമില്ലേ? ഞാൻ ഈ പറയുന്നതൊക്കെ ആർ യു നോട്ട് അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ്? നോട്ട് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്? ഹലോ? എന്താണ്? So once a shock wave is formed in the duct, you have the flow suddenly changes from supersonic condition to subsonic condition. എവിടെയാണോ, ഏത് പോയിന്റിലാണോ ഷോക്ക് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ഇറ്റ് ഈസ് എ സ്ട്രോങ് കംപ്രഷൻ വേവ്. ഇറ്റ്സ് എ സ്ട്രോങ് കംപ്രഷൻ വേവ് വിച്ച് സ്റ്റാൻഡ്സ് or sometime it moves in the flow which obstruct the flow. അപ്പോൾ ഒരു സൂപ്പർസോണിക് ഫ്ലോയെ ഒരു ഒബ്സ്ട്രക്ഷൻ, ഒരു ഹൈ സ്പീഡിൽ ട്രാവൽ ചെയ്യുന്ന ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഫ്ലോ, ഇഫ് ഇറ്റ് ഈസ് ഒബ്സ്ട്രക്റ്റഡ് ബൈ സം എക്സ്റ്റേണൽ ഫാക്ടർ, വാട്ട് വിൽ ഹാപ്പൻ ടു ദാറ്റ് ഫ്ലോ? അതിന്റെ സ്പീഡ് പെട്ടെന്ന് കുറയും. എവിടെയാണോ ഒബ്സ്ട്രക്ഷൻ വരുന്ന ആ പോയിന്റിൽ വെച്ച് സഡൻ ആയിട്ട് ദ ഫ്ലോ വിൽ ട്രാൻസ്ഫോം ഫ്രം സൂപ്പർസോണിക് ടു സബ്സോണിക് കണ്ടീഷൻ. അപ്പോൾ അതാണ് സംഭവിക്കുന്നത്. സോ ആസ് എ റിസൾട്ട് ഓഫ് ദിസ്
sudden change of flow from supersonic to subsonic character, there is rapid rise of pressure and temperature. അല്ലെ, വെലോസിറ്റി വളരെ ചെറുതാവുക അല്ലെങ്കിൽ സബ്സോണിക് കണ്ടീഷനോട് വരുവാന്ന് വെച്ചാൽ കറസ്പോണ്ടിംഗ്ലി ദ പ്രഷർ വിൽ റൈസ്. സോ ദ കേസ് വിത്ത് ദി ടെമ്പറേച്ചർ അല്ലെ, ഡെൻസിറ്റിയും റൈസ് ചെയ്യും. സോ യു ക്യാൻ സേ that a shock wave is an irreversible continuity that occur in supersonic flow, and when a shock wave is formed in a supersonic flow, the flow character suddenly changes from supersonic to subsonic. As a result of it, the pressure, temperature, density rapidly rises to a higher value. അപ്പോൾ അതാണ് അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ഫ്രൈഡേയിൽ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞത്. നൗ ലെറ്റ് us see the governing equations of the shock wave. അപ്പോൾ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. എന്താണ് ഷോക്ക് വേവ്? യു ക്യാൻ ക്ലാസിഫൈ into a straight shock wave as well as a curved. നമ്മൾ കോമൺ അല്ലെങ്കിൽ സാധാരണ ഉണ്ടാവുന്ന ഒരു ഷോക്ക് വേവ് എന്ന് പറയുന്നത് കർവ്ഡ് ഷോക്ക് വേവ് ആണ്. it will not and but for the analysis or for simplification of the analysis, we can consider some part which is straight എന്ന് പറയുന്നത് എന്താണ്, കർവേച്ചർ ഇല്ലാത്ത പാർട്ട്. അപ്പൊ അതിനെ നമുക്ക് എന്ത് പറയാം, you can call it as a straight shock wave. And when such a straight shock wave is standing perpendicular to the flow, we can call it as a normal shock wave. അപ്പോൾ ഫ്ലോ ഡയറക്ഷനും ഷോക്ക് വേവിന്റെ ഓറിയന്റേഷനും 90 ഡിഗ്രി ആംഗിൾ ആണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് പെർപെൻഡിക്കുലർ ഓറിയന്റേഷൻ ആണെങ്കിൽ നമുക്ക് അതിനെ നോർമൽ ഷോക്ക് വേവ് എന്ന് പറയാം. And if the shock wave is inclined at certain angle to the flow, we can call it as an oblique shock wave. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. And we also have seen the difference between a stationary shock wave and a moving shock wave. സ്റ്റേഷനറി ടൈപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ സാധാരണ ഡക്റ്റിൽ നോർമൽ ഫ്ലോ കണ്ടീഷൻസിൽ, നോർമൽ സൂപ്പർസോണിക് ഫ്ലോ കണ്ടീഷൻസിൽ എന്ന് പറയുന്നത് ഈ ഡിസ്റ്റർബൻസസ്, അതായത് പ്രഷർ വേവ്സ്, കംപ്രഷൻ വേവ്സ് മെർജ് ചെയ്ത് സ്ട്രോങ്ങർ തിക്നെസ് കൂടി വൺസ് ഇറ്റ് ഫോംസ് ആസ് എ ഷോക്ക് വേവ്, നോർമലി ഇറ്റ് ഈസ് സ്ട്രെയിറ്റ് ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ ഫ്ലോ. അപ്പൊ ആ രീതിയിലുള്ള ഷോക്ക് വേവ്സിന് നമ്മൾ സ്റ്റേഷനറി എന്ന് പറയും. സ്റ്റേഷനറി എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ സെക്ഷനിൽ അല്ലെങ്കിൽ പോയിന്റിലായിരിക്കും അത് സ്റ്റേഷനറി ആയിട്ടാണ്. വി ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഈസ് ഹാവിംഗ് ഓൺലി നെഗ്ലിജിബിൾ വെലോസിറ്റി. അതേസമയം if there is some sudden release of energy in the system, for example, if some explosions are happening inside the pipe at some point, അപ്പോൾ എക്സ്പ്ലോഷൻസ് നടക്കുമ്പോൾ എന്താണ് അവിടെ വേവ്സ് ക്രിയേറ്റഡ് ആവും. ആ വേവ് എന്ന് പറയുന്നത് that will be, we cannot consider as stationary. We can say it will be having some considerable velocity, so that such waves we will treat as moving shock waves. അപ്പോൾ അതിന്റെ അനാലിസിസ് പെട്ടെന്ന് വാൽവ് ക്ലോസ് ചെയ്യുമ്പോൾ, ഇപ്പോൾ നമ്മളൊരു പൈപ്പിൽ ഒരു എൻഡിലെ വാൽവ് കൊടുത്തിട്ടുണ്ട്, you are having a gas flow with very high velocity. If you suddenly close that valve, what will happen? There will be shock waves for creating. കാരണം അതിന്റെ ബ്ലോക്ക്, അതിന്റെ പാത്തിനെ പെട്ടെന്ന് നമ്മൾ ബ്ലോക്ക് ചെയ്യുമ്പോൾ അത് ആ പൈപ്പിന്റെ അകത്ത് ഷോക്ക് വേവ്സ് ക്രിയേറ്റഡ് ആവും. ഈ ഷോക്ക് വേവ്സ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, ദാറ്റ് മേ കോസ് ഡാമേജ്. ഫൈനലി ഇറ്റ് മേ കോസ് ദി ഡാമേജ് ടു ദ പൈപ്പ് ലൈൻസ്. അപ്പൊ അത് അങ്ങനെ ആ രീതിയിലുള്ള കേസ് എന്ന് പറയുമ്പോൾ അതിനെ മൂവിങ് ഷോക്ക് വേവ്സ് ആയിട്ട് അനലൈസ് ചെയ്യും. ബട്ട് നോർമൽ ഫ്ലോ കണ്ടീഷൻസ് ആണ്, സൂപ്പർസോണിക് ഫ്ലോ കണ്ടീഷൻസ് ആണ്, അതിന്റെ രീതിയിലുണ്ടാകുന്ന ഷോക്ക് വേവ്സ് എല്ലാം നമ്മൾ സ്റ്റേഷനറി. വി ക്യാൻ സേ the shock waves are stationary with respect to the coordinate system fixed to the walls of the duct. അപ്പൊ ആ രീതിയിലുള്ള ഒരു ഷോക്ക് വേവ്സിന്റെ, നോർമൽ സ്റ്റേഷനറി ഷോക്ക് വേവ്സിന്റെ അനാലിസിസ് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ സിലബസിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സോ ഇൻ ഓൾ അവർ discussions, what we will be handling from now onwards, that will be on stationary normal shock waves. അപ്പോൾ അതിന്റെ ബേസിക് ഇക്വേഷൻസും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് at the end of the class we will be deriving one important relation called Prandtl-Meyer relation. അപ്പൊ അതിന്റെ അസംപ്ഷൻസും കാര്യങ്ങളും നോക്കുക. അതിന്റെ അസംപ്ഷൻസിൽ വരുന്നത് എന്താണ്? The first assumption is we are having one dimensional steady flow condition. അപ്പൊ അതിന്റെ മീനിങ് അറിയാം നിങ്ങൾക്ക്. Then we are assuming that there is no friction. ഫ്രിക്ഷന്റെ എഫക്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. And the flow is adiabatic. Adiabatic means there is no heat interaction with the surrounding.
and we are not considering any body forces, gravity force പോലെയുള്ള body forces in the effect നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. And also we are not having any external work. കാരണം സാധാരണ പാസേജ് ഫ്ലോ ആണ്, ഡക്ട് ഫ്ലോസ് ആണ്. ഡക്ട് ഫ്ലോയിൽ എക്സ്റ്റേണൽ വർക്ക് പമ്പ് ഡിവൈസസ് ഒന്നുമില്ല. So there are no external work involved in the flow, and we are assuming a stationary type shock waves which is perpendicular to the flow. അതായത് stationary normal shock waves ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. And for the analysis purpose, let us say, ഈ ഡയഗ്രാം നോക്കുക. ഡയഗ്രത്തിലെ ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ ഒരു പെർപെൻഡിക്കുലർ തിക്കർ ലൈൻ അവിടെ കാണിച്ചിട്ടുണ്ട്. ദാറ്റ് റെപ്രസെന്റ്സ് ദി normal shock. So we are having a normal shock inside a duct, and the stationary, and it is considered as stationary. അപ്പോൾ ഇത് സ്റ്റേഷനറി ഷോക്ക് ആണ്, സ്റ്റേഷനറി നോർമൽ ഷോക്ക് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. And let us say that there is a supersonic flow with the mass flow rate specified as m dot. So the condition is that we are having a supersonic flow through a duct having certain area of cross section A, and we have a normal shock which is standing at some point inside the duct. ഇതാണ് ഫ്ലോ കണ്ടീഷൻസ് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഗവേണിംഗ് ഇക്വേഷൻസ് എന്ന് പറയുന്നത് നോർമലി നമ്മൾ ഫ്ലോയുടെ ഗവേണിംഗ് ഇക്വേഷൻസ് എന്തെല്ലാം പഠിച്ചിട്ടുണ്ടോ, ഓൾ ദോസ് ആർ ദി ഗവേണിംഗ് ഇക്വേഷൻസ്. ഏതൊക്കെയാണത്? Now let us see, let us consider controlled surface or a control volume. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ ഫ്ലോ ഇക്വേഷൻസ് എഴുതുന്ന എന്താണ്, കൺട്രോൾ വോളിയം ബേസ്ഡ് ഇക്വേഷൻസ് ആണ് നമ്മൾ പറയുന്നത്. ആൻഡ് let us consider a control volume. ഇവിടെ ഡോട്ടഡിൽ ഒരു റെക്ടാംഗിൾ കാണിച്ചിട്ടുണ്ട്. This is the control volume. So this is the control volume what we are considering here, and a dotted line represent ചെയ്യുന്നത് control surface ആണ്. And let us say the velocity of the fluid before shock is Cx and after the shock is Cy. എന്ന് വെച്ചാൽ ഈ രണ്ട് കണ്ടീഷൻസ്, ഈ രണ്ട് സെക്ഷൻസ്, അതായത് ഷോക്ക് വേവിന്റെ അപ്സ്ട്രീം കണ്ടീഷനെ ഞാൻ എക്സ് എന്നും ആൻഡ് ഡൗൺ സ്ട്രീം ആഫ്റ്റർ ദ ഷോക്ക് വേവ് ലെറ്റ് us say the state is y. So x and y denote upstream and downstream. Upstream എന്ന് പറയുന്നത് before shock wave, downstream എന്ന് പറയുന്നത് after the shock wave. So x denote the state of the fluid or the upstream condition of the gas, and y denote the downstream condition of the shock. But then accordingly I have the properties represented as Cx. Cx is the velocity of the fluid before shock wave, and Cy is the velocity of the fluid after the shock wave. And the other properties, Px, pressure of the gas before shock wave, density rho x, Tx is the temperature. Similarly, after the shock wave I have Py, pressure, rho y, density, and Ty is the temperature. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. I have considered a stationary normal shock wave occurring inside a pipe in which there is a supersonic flow, and we have mass flow rate defined as m dot. ഇതാണ് നമ്മുടെ കൺട്രോൾ വോളിയത്തിന്റെ അകത്താണ്, and we have incorporated that this line represents the stationary shock. This is the shock wave. So I have considered a control volume which incorporates that shock wave. Okay. Now let us write the governing equations. Governing equations എന്താണ്? ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ അല്ല ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ പഠിച്ചിട്ടുള്ള ഏത് ഇക്വേഷൻസ് ആണ് വീണ്ടും എഴുതുവാണ്. അതാണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ. കൺസർവേഷൻ ഓഫ് മാസ് ഇക്വേഷൻ ഈസ് m dot by a. m dot by a എന്ന് പറയുന്നത് മാസ് ഫ്ലക്സ് ഓർ മാസ് ഡെൻസിറ്റി. വി ക്യാൻ കോൾ ഇറ്റ് ആസ് മാസ് ഡെൻസിറ്റി. m dot by a area, a is the constant, that the cross section area of the duct, that will be equal to rho x into cx will be also equal to rho y into cy. That is represented as g. G എന്ന് പറയുന്നത് എന്താണ്? മാസ് ഡെൻസിറ്റി. You can call it as mass density. So m dot by a equal to rho x cx, which will be also equal to rho y into cy. So the continuity equation I. Second is the momentum equation. The momentum equation is net force. Net force you can calculate as difference in pressure px minus py into area. That will be equal to the change in momentum, rate change in momentum leaving and entering the control volume. So m dot into cy minus cx. So that you can substitute or rewrite like this: px minus py equal to m dot by a into cy minus cx. This m dot by a you can substitute from here. അപ്പോൾ അതിന് ഓരോ ഈ രണ്ട് ഇക്വേഷൻസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി ഐ ക്യാൻ റൈറ്റ് മൈ മൊമെന്റം ഇക്വേഷൻ ആസ് px plus rho x into cx square will be equal to py plus rho y cy square. So this is the momentum equation what I
get after substituting the continuity equation in that. And my third governing equation is energy equation, adiabatic flow എന്ന് പറയുന്നത് നമ്മൾ. So you can write the adiabatic energy equation. I can write, which also we have seen earlier, which is hx enthalpy plus cx square by 2. അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, ബോഡി ഫോഴ്സിന് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത്. ബോഡി ഫോഴ്സ് നോർമലി ഇതിന്റെ അകത്ത് ഒരു ഗ്രാവിറ്റി ടേം വരുന്നതാണ്, ജി സെറ്റ് എന്ന ടേം വരുന്നതാണ്. For the analysis, for the simplification purpose, what we have assumed is there is no gravity force. So the energy equation we can write as hx plus cx square by 2 equal to hy plus cy square by 2, which is equal to hox equal to hoy. ഒരു കാര്യം ഓർക്കേണ്ടത്, ഷോക്ക് എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് എ ഇറിവേഴ്സിബിൾ ഡിസ്കണ്ടിന്യൂറ്റി, but at the same time the flow is adiabatic. Adiabatic flow എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, HO കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ഷോക്കോന്റെ കേസിൽ സ്റ്റാഗ്നേഷൻ എൻതാൽപ്പി കോൺസ്റ്റന്റ് ആയിരിക്കും, HO കോൺസ്റ്റന്റ് ആണ്. സോ TO വിൽ ബി എ കോൺസ്റ്റന്റ്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് എഴുതിയിരിക്കുന്നത്, HOX and HOY they are equal because there is no energy transfer, അല്ലെങ്കിൽ ഹീറ്റ് ഇന്ററാക്ഷൻസ് ഇല്ല. So the stagnation temperature will be same, or stagnation enthalpy will be equal, but at the same time, since the flow is not isentropic, we can say that there is stagnation pressure difference. PO1 ഉം POX അല്ലെങ്കിൽ POX ഉം POY ഉം സെയിം ആവില്ല. POX and POY അതായത് stagnation pressures equal ആവില്ല. That is not equal because the flow is not isentropic. Reversible adiabatic ആണെങ്കിൽ അതും കൂടി സാറ്റിസ്ഫൈ ചെയ്ത് തന്നെ. So this is our third governing equation, and fourth one is the equation of state. Equation of state എന്ന് പറഞ്ഞാൽ നോർമലി എന്താണ്, ഈ പ്രോപ്പർട്ടി റിലേഷൻസ് ആണ്. So that let us say define it as functions. Enthalpy I have defined as function of entropy and density. S equal to this entropy is another function of P and rho. ഇത് നോർമലി ഒരു റിലേഷൻ ആണ്, അതുകൊണ്ടാണ് ഈ രീതിയിൽ ഫംഗ്ഷൻസ് എന്നുള്ള രീതിയിൽ എക്സ്പ്രസ് ചെയ്തേക്കുന്നത്. നമുക്ക് ഏതാണോ വരുന്നത്, ഇപ്പൊ നമ്മൾ പ്രോബ്ലം അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന ഇക്വേഷൻ സ്റ്റേറ്റ് P equal to rho RT എന്നായിരിക്കും. അല്ലെങ്കിൽ ഇത് one of the equation that is normally used as the equation of state. But general expression എന്ന് പറയുന്നത് ഇതാണ്, enthalpy we can express as function of entropy and density. അതായത് ഈ പ്രോപ്പർട്ടി, നമുക്ക് വേണ്ട പ്രോപ്പർട്ടി തമ്മിൽ റിലേഷൻസ് നമുക്ക് ഫോം ചെയ്യാം. Or entropy I can write in terms of pressure and density. That's the general expression for the equation of state. So when you analyze, what you have to remember here is a shock curve, the flow through a shock curve, shock curve across ആയിട്ടുള്ള flow is always adiabatic, not isentropic, and the governing equations of flow across a shock curve are continuity equation, momentum equation, energy equation and equation of state. 4 equations ഇതിന്റെ governing equations ആണ് നമ്മൾ പറയുന്നത്. ഒരു ഫ്ലോയുടെ, അതായത് നോർമൽ ഫ്ലോയുടെ കണ്ടീഷൻസ് എന്തൊക്കെ നമ്മൾ ഫ്ലോയിൽ എടുക്കുന്ന governing equations ഏതൊക്കെയുണ്ടോ അതെല്ലാം തന്നെ ഷോക്ക് കർവിന്റെ ഇക്വേഷൻസിനും ബാധകമാണ്. അപ്പൊ 4 ഇക്വേഷൻസും അവിടെ പറയുന്നുണ്ട്. Now let us get familiar with another 2 types of flow. ഇനി നമ്മൾ നോർമൽ ഇതിപ്പോ ആക്ച്വലി നിങ്ങൾ നെക്സ്റ്റ് മൊഡ്യൂളിൽ പഠിക്കുന്നതാണ്. അത് ജസ്റ്റ് ഇവിടെ പറഞ്ഞു പോകുന്നത്. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ അടുത്ത 4th and 5th മൊഡ്യൂൾസ് കവർ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. പക്ഷെ ഇവിടെ പറയാൻ ഇതിന്റെ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു പോകുന്നതാണ്. So we can define Fano flow and Rayleigh flow, 2 other flow conditions. അപ്പൊ ഫാനോ ഫ്ലോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ നേരത്തെ ഈ ഷോക്കേഴ്സിന്റെ തുടക്കത്തിൽ ഗവേണിംഗ് ഇക്വേഷൻസ് പറയുമ്പോൾ ഐ ഹാവ് സ്റ്റേറ്റഡ് വൺ ഓഫ് മൈ അസംപ്ഷൻ ആസ് ദാറ്റ് എന്താണ്, ഫ്രിക്ഷൻ ഇല്ലാത്ത കേസാണ് ഞാൻ എടുക്കുന്നത്. ബട്ട് വി ക്യാൻ കൺസിഡർ അഡയാബാറ്റിക് ഫ്ലോ of perfect gas. You can write that also here. Adiabatic flow of perfect gas with friction. If you are accounting friction into account, and the flow is through a constant area duct. അപ്പൊ അതുപോലെയുള്ള അപ്പൊ ആ ഫ്ലോ കണ്ടീഷൻസിനെ നമ്മൾ ഫാനോ ഫ്ലോ കണ്ടീഷൻസ് എന്നാണ് പറയുന്നത്. ഫാനോ ഫ്ലോ എന്ന രീതിയിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഫാനോ ഫ്ലോ എന്ന് പറയുന്നത് എന്താണ്, അഡയാബാറ്റിക് ഫ്ലോ ഓഫ് എ പെർഫെക്റ്റ് ഗ്യാസ് വിത്ത് ഫ്രിക്ഷൻ ത്രൂ കോൺസ്റ്റന്റ് ഏരിയ ഡക്ട്. അപ്പൊ ഏരിയ കോൺസ്റ്റന്റ് ആയിരിക്കണം, ഫ്രിക്ഷൻ കൺസിഡർ ചെയ്തിട്ടുണ്ടാവണം, ഫ്ലോ അഡയാബാറ്റിക് ആണ്. ഈ 3 കണ്ടീഷൻസ് ഒത്തുവരുമ്പോൾ സച്ച് എ ഫ്ലോ കണ്ടീഷൻ ഇസ് കോൾഡ് ഫാനോ ഫ്ലോ. അപ്പൊ ഇതിന്റെ കൂടുതൽ ഇക്വേഷൻസും കാര്യങ്ങളും നമ്മൾ അടുത്ത മൊഡ്യൂളിൽ 4th മൊഡ്യൂളിൽ ഫാനോ ഫ്ലോ ആണ്, അത് ഡിസ്കസ് ചെയ്യുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. Then again another flow condition is Rayleigh flow. Rayleigh flow എന്ന് പറയുന്നത് again it is the flow is adiabatic, but we are not consider friction അല്ല കൺസിഡർ ചെയ്യുന്നത്. ഇത് നമ്മളൊരു അസംപ്ഷൻ അവിടെ ഉണ്ട്, എന്താണ് ഹീറ്റ് ട്രാൻസ്ഫർ കൺസിഡർ ചെയ്യുന്ന കേസ്. സോ there will be heat addition or heat removal എന്ന് വെച്ചാൽ ഗ്യാസിനെ കൂൾ ചെയ്യുന്ന കേസും ഹീറ്റ് ചെയ്യുന്ന കേസും കൺസിഡർ ചെയ്യുന്ന കേസ്. So adiabatic flow with heat transfer. So again here you can add adiabatic flow of perfect gas. Adiabatic flow of perfect gas with heat transfer in a constant area duct.
അപ്പൊ അത് നമ്മൾ റെയിലി ഫ്ലോ എന്ന് പറയും. അപ്പൊ ഈ രണ്ട് ഫ്ലോ കണ്ടീഷൻസ് നിങ്ങൾ ഓർത്തിരിക്കുക. ഈ റെയിലി ഫ്ലോ 5th മൊഡ്യൂളിൽ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അപ്പോൾ ഇവിടെ ഫാനോ ഫ്ലോ കണ്ടീഷൻസ് പറഞ്ഞു, റെയിലി ഫ്ലോ കണ്ടീഷൻസ് പറഞ്ഞു. അപ്പൊ ഫാനോ ഫ്ലോ കണ്ടീഷൻ എന്ന് പറയുന്നതാണ് അഡയാബാറ്റിക് ഫ്ലോ പെർഫെക്റ്റ് ഗ്യാസ് വിത്ത് ഫ്രിക്ഷൻ ഇൻ എ കോൺസ്റ്റന്റ് ഏരിയ. അപ്പൊ ഒരു ഫാനോ ഫ്ലോയുടെ കണ്ടീഷൻസ് നമ്മൾ പറയുമ്പോൾ അതിന്റെ ഗവേണിംഗ്, ഇപ്പൊ ഈ പറയുന്ന 4 ഗവേണിംഗ് ഇക്വേഷൻസ് ഞാൻ പറയുന്നതാണ്. കണ്ടിന്യൂറ്റി ഇക്വേഷൻ പറഞ്ഞു, പിന്നെ രണ്ടാമത്തെ മൊമെന്റം ഇക്വേഷൻ പറഞ്ഞു, മൂന്നാമത്തെ എനർജി ഇക്വേഷൻ പറഞ്ഞു, നാലാമത്തെ ഇക്വേഷൻ സ്റ്റേറ്റ് പറഞ്ഞു. അപ്പൊ ഫാനോ ഫ്ലോ എന്ന് പറയുന്നത് ഫ്രിക്ഷൻ വരുന്ന ഫ്ലോ ആണ്. ഫ്രിക്ഷൻ വരുന്ന കേസിൽ നമുക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും മൊമെന്റം കൺസർവേഷൻ പറയില്ല. കാരണം മൊമെന്റം കൺസർവേഷൻ വാലിഡ് ആവണമെന്നുണ്ടെങ്കിൽ ഫ്രിക്ഷൻ ഇല്ലാത്ത കേസ്, അതായത് വിസ്കസ് ഫ്ലോ കണ്ടീഷനിൽ അത് നമ്മൾ പറയുന്നത് നമ്മൾ വാലിഡ് അല്ല. സോ എ ഫാനോ ഫ്ലോയുടെ കേസ് ആണെങ്കിൽ ഗവേണിംഗ് ഇക്വേഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂറ്റി ഇക്വേഷൻ, എനർജി ഇക്വേഷൻ, കാരണം ഫ്ലോ അഡയാബാറ്റിക് ആണ്, അപ്പൊ അഡയാബാറ്റിക് എനർജി ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും, ആൻഡ് ഇക്വേഷൻ സ്റ്റേറ്റ് വരും. സോ വി ക്യാൻ ഹാവ് ദി ഫാനോ ഫ്ലോയുടെ ഗവേണിംഗ് കണ്ടീഷൻസ് ആയിട്ട് ഗവേണിംഗ് ഇക്വേഷൻസ് വരുന്നത് കണ്ടിന്യൂറ്റി ഇക്വേഷൻ, എനർജി ഇക്വേഷൻ ആൻഡ് ഇക്വേഷൻ സ്റ്റേറ്റ്. അപ്പൊ അതിൽ മൊമെന്റം ഇക്വേഷൻ നമ്മൾ വാലിഡ് അല്ല. എന്ന് വെച്ചാൽ ഫാനോ ഫ്ലോയുടെ സ്റ്റേറ്റ് ഒരു ഗ്യാസ് കണ്ടീഷൻ ഫാനോ ഫ്ലോ ആണെങ്കിൽ അത് മൊമെന്റം ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യത്തില്ല, ബിക്കോസ് ദർ ഈസ് ഫ്രിക്ഷൻ ഇൻ ദ ഫ്ലോ. ദെൻ യു സി റൈലി ഫ്ലോ കണ്ടീഷൻ. റൈലി ഫ്ലോ എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ഗവേണിംഗ് ഇക്വേഷൻ ഒരു കണ്ടിന്യൂറ്റി ഇക്വേഷൻ, മൊമെന്റം ഇക്വേഷൻ ആൻഡ് ഇക്വേഷൻ സ്റ്റേറ്റ്. എന്ന് വെച്ചാൽ അവിടെ ഫ്രിക്ഷന്റെ കേസ് കൺസിഡർ ചെയ്യുന്നില്ല. റൈലി ഫ്ലോ സ്റ്റഡി ചെയ്യുമ്പോൾ നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫറിന്റെ എഫക്ട് സ്റ്റഡി ചെയ്യുന്നത്. അപ്പൊ അവിടെ we are not considering the friction effects. So the momentum equation is the governing equation. Continuity equation എല്ലാത്തിലും വരും. Then equation state കോമൺ ആയിട്ട് വരും. അപ്പൊ ഇവിടെ എനർജി ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യില്ല. കാരണം വെച്ചാൽ HO കോൺസ്റ്റന്റ് അല്ല. കാരണം ഹീറ്റ് അഡീഷനും ഹീറ്റ് ട്രാൻസ്ഫർ, ഹീറ്റ് റിമൂവലും വരുന്ന കേസിൽ, അല്ലെങ്കിൽ ഗ്യാസ് കൂളിംഗ് ആൻഡ് ഗ്യാസ് ഹീറ്റിംഗ് വരുന്ന കേസിൽ ടോട്ടൽ ടെമ്പറേച്ചർ ഡിഫറെന്റ് ആവും. അതായത് TO. അപ്പൊ നമ്മൾ ഇത്രയും TO കോൺസ്റ്റന്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. ബട്ട് ഇഫ് യു ആർ considering that there is heat addition or heat removal in the system, we cannot say that the flow is the total condition is total temperature constant ennulladi parayan pattilla. So addition of heat or removal of heat from the system changes the total temperature. For Rayleigh flow, TO is not a constant. appo avada governing equations aanu namukku energy equation nammal HO is constant ennulla reethil equation edukkan pattilla. For Rayleigh flow, the conditions are governed by continuity, momentum and ഇക്വേഷൻ സ്റ്റേറ്റ്. അപ്പൊ ഈ മൂന്ന് കേസസ്, 3 ഫ്ലോ കണ്ടീഷൻസ് പറഞ്ഞു. ഫ്ലോ നോർമൽ ഷോക്ക് ആണെങ്കിൽ 4 ഗവേണിംഗ് ഇക്വേഷൻസും വാലിഡ് ആണ്. ഫാനോ ഫ്ലോയുടെ കേസിൽ കണ്ടിന്യൂറ്റി, മൊമെന്റം, കണ്ടിന്യൂറ്റി, എനർജി ആൻഡ് ഇക്വേഷൻ സ്റ്റേറ്റ് ആർ ദ ഗവേണിംഗ് ഇക്വേഷൻ. റെയ്ലി ഫ്ലോയുടെ കേസിലാണെങ്കിൽ കണ്ടിന്യൂറ്റി, മൊമെന്റം ആൻഡ് ഇക്വേഷൻ സ്റ്റേറ്റ് ആർ ദ ഗവേണിംഗ് ഇക്വേഷൻസ്. ഇത് പറയാൻ കാരണം വെച്ചാൽ അടുത്തൊരു ഡയഗ്രാം കാണിക്കുക. ഇത് നിങ്ങളുടെ ഡാറ്റാ ബുക്കിലുണ്ട്. ഡാറ്റാ ബുക്കിൽ നിങ്ങൾ നോക്കുക. പലപ്പോഴും നിങ്ങളുടെ ഫാനോ കർവോ ഈ ഷോക്ക് റെപ്രസെന്റേഷനിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇവിടെ നോക്കുക. ഈ ഡയഗ്രത്തില് വി ഹാവ് HS എൻതാൽപ്പി പ്ലോട്ടഡ് അഗെയിൻസ്റ്റ് എൻട്രോപ്പി. ഈ ഡയഗ്രത്തില് ഇവിടെ ഒരു ഇൻക്ലൈൻ ലൈൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ദിസ് ലൈൻ റെപ്രസെന്റ്സ് ദി ഷോക്ക് വേവ്. ഈ ഒരു ആരോ കാണിച്ചിട്ടുണ്ട്. ഇതിന്റെ X എന്നുള്ളത് ഈ പോയിന്റ് ആണ്, ഇവിടെ Y എന്നുള്ള ഈ പോയിന്റ്. അതായത് നമ്മൾ 2 കണ്ടീഷൻസ് പറഞ്ഞു. X എന്ന് പറയുന്നത് എന്താണ്? The condition of the gas before shock wave. Y is the condition of the gas after shock wave. So the direction is from X to Y. ഇത് ഈ ലൈൻ റെപ്രസെന്റ് ചെയ്യുന്ന ഷോക്ക് വേവിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലൈനാണ്. സോ ദിസ് ലൈൻ റെപ്രസെന്റ്സ് ദി XY ലൈൻ റെപ്രസെന്റ് ദ ഷോക്ക് വേവ്. ഇനി നോക്കുക, അത് വരച്ചിരിക്കുന്ന എങ്ങനെയാണെന്ന് നോക്കുക. എപ്പോഴും വരയ്ക്കുമ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്? ഷോക്ക് വേവ് ഈസ് ആൻ ഇറവേഴ്സിബിൾ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയും. ഇറവേഴ്സിബിൾ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ലോസസ് ഉണ്ട്. ആൻഡ് ഇഫ് ദ ഫ്ലോ ഈസ് നോട്ട് ഐസെൻട്രോപിക് മീൻസ് ദർ ഈസ് എൻട്രോപ്പി ചേഞ്ച്. സോ എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? എൻട്രോപ്പി വിൽ ഇൻക്രീസ്. യു ഹാവ് ടു ഡ്രോ ഇറ്റ്. ഇൻക്ലൈൻ എന്ന് പറയുമ്പോൾ 2 രീതി വരയ്ക്കാം. Entropy increase. When the flow changes from X to Y, therefore this is the entropy change of the flow, delta S. അത് എന്റെ ഇൻക്ലിനേഷൻ അങ്ങനെ ആയിരിക്കണം വരയ്ക്കേണ്ടത്. ഇനി ഇവിടെ ഈ വരച്ചിരിക്കുന്ന ഈ ഡയഗ്രത്തിൽ നമ്മൾ എടുത്തിരുന്ന X ഉം Y ഉം നോക്കുക. X ഉം Y എന്ന് പറയുന്നത് 2 കർവ്സ് അവിടെ കാണിച്ചിട്ടുണ്ട്. ആ കർവിന്റെ ഇന്റർസെക്ഷൻ പോയിന്റ്സ് ആണ്. ഇന്റർസെക്ഷൻ പോയിന്റ് എന്ന് പറയുന്നത് ഏതൊക്കെ കർവ് അവിടെ കാണിച്ചിരിക്കുന്നത് വെച്ചാൽ ഡോട്ടഡി കാണിച്ചിരിക്കുന്നതാണ് റെയ്ലി. നേരത്തെ ഞാൻ ഇപ്പൊ പറഞ്ഞു. ഇതിന്റെ കൂടുതൽ എക്സ്പ്ലനേഷന് റെയ്ലി ഫ്ലോ എടുക്കുമ്പോൾ പറയാം. ഇപ്പൊ ജസ്റ്റ് ഈ ഡയഗ്രാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഞാൻ പറയുന്നത്. അപ്പൊ ആ ഡോട്ടഡ് ലൈൻ റെപ്രസെന്റ് ചെയ്യുന്നത് റെയ്ലി ഫ്ലോ ആണ്. അതുപോലെ തന്നെ അതിന്റെ അകത്തുള്ള തിക്കർ ലൈൻ ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് ഫാനോ ലൈൻ ആണ്. ഫാനോ ഫ്ലോ. അപ്പൊ ആ തിക്കർ കർവ് റെപ്രസെന്റ് ചെയ്യുന്നത് ഫാനോ ഫ്ലോ ആൻഡ് ദ ഡോട്ടഡ് കർവ് റെപ്രസെന്റ് ദി റെയ്ലി ഫ്ലോ. ഈ 2 കർവിന്റെ ഇന്റർസെക്ഷൻ പോയിന്റ് ആണ്. എന്താ അതിന്റെ പ്രത്യേകത? X ലൈനിന്റെ പ്രത്യേകത എന്താണ്? X ഉം Y ഉം എന്ന് പറയുന്നത് ഈ റെയ്ലി കർവും ഫാനോ കർവും മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ്.
ആ രണ്ട് സ്റ്റേറ്റിന്റെ പ്രത്യേകത എന്തായിരിക്കും? ഓൾറെഡി അതിനാണ് ഞാൻ ഗവേണിംഗ് ഇക്വേഷന്റെ കാര്യം പറഞ്ഞത്. ഫാനോ ഇക്വേഷൻസ് എന്ന് പറയുന്നത്, ഫാനോയുടെ ഗവേണിംഗ് ഇക്വേഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂറ്റി ഇക്വേഷൻ ആണ്, എനർജി ഇക്വേഷൻ ഉണ്ട്, ഇക്വേഷൻ സ്റ്റേറ്റ് ഉണ്ട്. പിന്നെ റെയ്ലി ഫ്ലോയ്ഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂറ്റി, മൊമെന്റം ആൻഡ് വാട്ട് ഇക്വേഷൻ സ്റ്റേറ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിൽ എക്സ് വൈയും വരുമ്പോൾ എന്താണ് ഇന്റർസെക്ഷൻ പോയിന്റ് എന്ന് പറയുന്നത്? എന്താണ് അത്? അത് രണ്ട് കർവിലും വരുന്നുണ്ട്. അതായത് ഫാനോ കർവിലും ഇന്റർസെക്ഷൻ, ദ പോയിന്റ് എക്സ് ആൻഡ് വൈ ആക്ച്വലി ലൈ ഓൺ ബോത്ത് ഫാനോ ആൻഡ് റെയ്ലി കർവ്. അപ്പൊ അങ്ങനെയുള്ള പോയിന്റിന്റെ ഗവേണിംഗ് ഇക്വേഷൻസ് എന്തായിരിക്കും? ആ സ്റ്റേറ്റിന്റെ പ്രത്യേകത എന്തായിരിക്കും? ദാറ്റ് സ്റ്റേറ്റ് ഓഫ് ദ ഗ്യാസ് വിൽ സാറ്റിസ്ഫൈ ഓൾ ദ 4 ഇക്വേഷൻസ് അല്ലെ? കാരണം എക്സ് എന്ന് പറയുന്നത് റെയ്ലി കർവിലുണ്ട്, ഫാനോ കർവിലുണ്ട്. വൈ എന്ന് പറയുന്നതും റെയ്ലി കർവിലുണ്ട്, ഫാനോ കർവിലുണ്ട്. എന്ന് വെച്ചാൽ എക്സും വൈ എന്നും അപ്പൊ എന്തായിരിക്കും? ഈ 4 ഗവേണിംഗ് ഇക്വേഷൻസിനെയും സാറ്റിസ്ഫൈ ചെയ്യും. കാരണം എന്ന് വെച്ചാൽ ഫാനോ കർവിന്റെ 3 ഇക്വേഷൻസും റെയ്ലി കർവിന്റെ 3 ഇക്വേഷൻസും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? 4 ഇക്വേഷൻസും ആയി. അപ്പൊ ദ സ്റ്റേറ്റ് ഓഫ് ദ ഗ്യാസ് റെപ്രസെന്റഡ് ബൈ എക്സ് ആൻഡ് വൈ ആക്ച്വലി സാറ്റിസ്ഫൈ ഓൾ ദ 4 ഗവേണിംഗ് ഇക്വേഷൻസ്. ഓൾ ദ 4 ഗവേണിംഗ് ഇക്വേഷൻസ് എന്ന് പറയുന്നതാണ് നമ്മൾ ഏത് വരുന്നത്? ഷോക്കോവിന്റെ എക്സ് ആൻഡ് വൈ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വൈ ഐ ഹാവ് മാർക്ക് എക്സ് ആൻഡ് വൈ ആസ് ദി അപ്സ്ട്രീം ആൻഡ് ഡൗൺസ്ട്രീം കണ്ടീഷൻസ് ഓഫ് ദ ഗ്യാസ്. ഇനി എന്തുകൊണ്ട് എക്സ് വൈ എന്നുള്ളത് താഴെ മേലെ വന്നെന്ന് വെച്ചാൽ ഈ കർവിന്റെ എക്സ്പ്ലനേഷൻസ് ജസ്റ്റ് ഒന്ന് പറയാം. ഈ രണ്ടിലും ഒരു ലിമിറ്റിംഗ് പോയിന്റ് കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ലിമിറ്റിംഗ് പോയിന്റ് കാണിച്ചിട്ടുണ്ട്. ഇത് ലെറ്റ് us say this is എഫ് എന്ന് പറയുന്ന ഒരു സെൻട്രൽ പോയിന്റിൽ എഫ്. ആ പോയിന്റിൽ മാക് നമ്പർ വാല്യൂ 1 ആണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ആർ എന്നുള്ള റൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ലിമിറ്റിംഗ് വാല്യൂ ആണ്. ദാറ്റ് ആർ റെയ്ലി ഫ്ലോയുടെ ലിമിറ്റിംഗ് കണ്ടീഷൻ ആണ്. ലിമിറ്റിംഗ് കണ്ടീഷൻ രണ്ട് കേസിലും എന്താണ്? മാക് നമ്പർ ഈക്വൽ ടു 1. ഇനി ഇതിന് താഴെയുള്ള ഈ ലിമിറ്റിംഗ് പോയിന്റ്സിന്റെ അപ്പർ ബ്രാഞ്ചസ് രണ്ട് കേസിലും റെപ്രസെന്റ് ചെയ്യുന്നത് സബ്സോണിക് ഫ്ലോ ആണ്. ഇത് രണ്ടിന്റെ ലോവർ പാർട്സ്, അതായത് അതായത് ലിമിറ്റിംഗ് പോയിന്റ് താഴെയുള്ള രണ്ട് ബ്രാഞ്ച് ബോത്ത് റെപ്രസെന്റ് സൂപ്പർസോണിക് ഫ്ലോസ്. വെലോസിറ്റീസ് സൂപ്പർസോണിക് വെലോസിറ്റീസ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതും അപ്പർ പാർട്ട്, ഇതിന്റെ അപ്പർ പാർട്ടും സബ്സോണിക്. എഫും ആർ എന്ന് പറയുന്നതും എന്താണ്? എഫ് ആൻഡ് ആർ റെപ്രസെന്റ്സ് ദി ലിമിറ്റിംഗ് പോയിന്റ്. എഫ് എന്ന് പറയുന്നത് ഫാനോ കർവിന്റെ ലിമിറ്റിംഗ് പോയിന്റ്, ആർ എന്ന് പറയുന്നത് റെയ്ലി ഫ്ലോയുടെ ലിമിറ്റിംഗ് പോയിന്റ്. ഈ ലിമിറ്റിംഗ് എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, ഇതിന്റെ ഡയറക്ഷൻ ഓഫ് ഫ്ലോ. അത് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ഫാനോയുടെ എടുക്കുമ്പോൾ ഞാൻ പറയാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാം. ഇതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്, ഇപ്പൊ ഒരു സബ്സോണിക് ഫ്ലോ ആണെങ്കിൽ ഫ്രിക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡീസലറേഷൻ ആവും. സൂപ്പർസോണിക് ഫ്ലോ ആണെങ്കിൽ ഡയറക്ഷൻസ് ഇങ്ങനെയാണ്. ഈ ഡയഗ്രത്തിൽ നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യാം, ആ കർവിൽ ഇങ്ങനെ മാർക്ക് ചെയ്യാം. അതിന്റെ മീനിങ് എന്ന് വെച്ചാൽ ഒരു സൂപ്പർസോണിക് ഫ്ലോ, if there is friction in the duct, that will get decelerated. ആ ഡീസലറേറ്റ് ചെയ്ത് ആ സൂപ്പർസോണിക് ഫ്ലോയുടെ ലിമിറ്റിംഗ് ആയിട്ടുള്ള വാല്യൂ ആണ് എഫ്. എന്ന് വെച്ചാൽ സൂപ്പർസോണിക് ഫ്ലോ ഒരു ഫ്രിക്ഷനുള്ള ഡക്റ്റ് കൂടി പോയാൽ ഡീസലറേറ്റഡ് ആവും. അതിന്റെ ലിമിറ്റിംഗ് എത്രത്തോളം നമുക്ക് ഡീസലറേറ്റ് ചെയ്യാൻ പറ്റില്ല, മാക് നമ്പർ 1 ആവുന്നവർ. ബിയോണ്ട് m equal to 1 ഡീസലറേഷൻ ഇസ് നോട്ട് പോസിബിൾ. കാരണം കർവിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് എൻട്രോപ്പി ഡിക്രീസ് ചെയ്യുന്ന ഡയറക്ഷനിലോട്ടാണ് പോകുന്നത്. എപ്പോഴും ഒരു പ്രോസസ്സിൽ എൻട്രോപ്പി വിൽ ഓൾവേസ് ഇൻക്രീസ്, otherwise it will be the violation of the second law of thermodynamics. The friction in the case of friction will always cause the deceleration of the supersonic flow. അപ്പോൾ സൂപ്പർസോണിക് ബ്രാഞ്ചിന്റെ ഡയറക്ഷൻ ഇങ്ങനെ ആയിരിക്കും, ടുവേർഡ്സ് ദി എഫ് ആണ്. അതുപോലെ തന്നെ സബ്സോണിക് പാർട്ടിൽ ഇവിടെ ഈ ഒരു പോയിന്റിൽ നിന്ന് ഫ്രിക്ഷൻ ഉണ്ടെന്നെങ്കിൽ ഡീസലറേറ്റ്, that will get accelerated. So the friction will accelerate a subsonic flow, whereas friction will decelerate a subsonic flow. ആക്സിലറേഷൻ ആയാലും ഡീസലറേഷൻ ആയാലും ലിമിറ്റിംഗ് കണ്ടീഷൻ എന്ന് പറയുന്നത് m equal to 1 ആവുന്നേരം വരെ നമുക്ക് പറ്റുള്ളൂ. കാരണം വെച്ചാൽ രണ്ട് കേസിലും ഇഫ് യു ഫർദർ follow that curve, that will be the pathന്റെ നേച്ചർ എന്താണ്? എൻട്രോപ്പി ഡിക്രീസ് ചെയ്യുന്ന ഡയറക്ഷൻ ആണ്. that is not possible. Similar is the case with the Rayleigh curve. Rayleigh curve നമ്മൾ ഹീറ്റ് ആഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കേസാണ്. When there is heat addition, that will be taking the process towards the limiting point. When you add heat add ചെയ്ത് കഴിഞ്ഞാൽ സബ്സോണിക് ആയാലും സൂപ്പർസോണിക് ആയാലും that will take towards the sonic condition. എന്ന് വെച്ചാൽ heat addition will accelerate a subsonic flow, whereas heat addition will decelerate. അവിടെയും ഡയറക്ഷൻ ഇതുപോലെ തന്നെ. അപ്പർ പാർട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് സബ്സോണിക് ഫ്ലോസ്, ആറിന്റെ ലിമിറ്റിംഗ് പോയിന്റ് ആറിന്റെ താഴെയുള്ള പോയിന്റ്സ് കർവ് റെപ്രസെന്റ് ചെയ്യുന്നത് സൂപ്പർസോണിക് ആണ്. അപ്പൊ രണ്ട് കേസിലും ഡയറക്ഷൻ എന്ന് പറയുന്നത് ടുവേർഡ്സ് ആർ ആണ് ഹീറ്റിംഗ്. സോ ടുവേർഡ്സ് ആർ വരച്ച് കഴിഞ്ഞാൽ ഇത് ഹീറ്റിംഗ് പ്രോസസ് ആയിരിക്കും.
ഇനി എവേ ഫ്രം ആർ വരച്ചു കഴിഞ്ഞാൽ കൂളിംഗ് പ്രോസസ് ആയിരിക്കും. സോ കൂളിംഗ് ആൻഡ് ഹീറ്റിംഗ്. അപ്പൊ ഹീറ്റ് ചെയ്യുമ്പോൾ that will accelerate a subsonic flow. Sorry, heating will accelerate a subsonic flow, whereas heating will decelerate a supersonic flow. Whereas cooling എടുക്കുവാണെങ്കിൽ cooling will decelerate a subsonic flow, whereas cooling will accelerate a supersonic flow. അപ്പോൾ അതാണ്. അപ്പോൾ ഈ ഒരു HS പ്ലെയിനിൽ I have represented both Fano curve, Rayleigh curve. അതിന്റെ മീറ്റിംഗ് പോയിന്റ്സ് എന്ന് പറയുന്നത് that will be the upstream and downstream conditions of the shock wave which will satisfy all the four governing equations x and y. അപ്പോൾ ഈ ഒരു ഡയഗ്രാം നിങ്ങൾ വരയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന HOX equal to HOY എന്ന ലൈൻ കൊടുത്തിട്ട് that will be only for Fano. ഫാനോക്ക് മാത്രമാണ് HOX equal to HOY. For Rayleigh process HOX and HOY will not be equal because when there is Rayleigh flow എന്ന് പറയുന്നത് heat addition വരുന്ന ഫ്ലോ ആണ്. When there is addition of heat in the flow, stagnation conditions, stagnation temperature and stagnation enthalpy will change. So that is the explanation with the curve. അപ്പോൾ ഈ ഒരു ഡയഗ്രാം നന്നായിട്ട് മനസ്സിലാക്കുക നിങ്ങൾ. ഓക്കെ, ഈ ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. Otherwise we can move to the next small derivation. അതോടെ നിർത്താം നമുക്ക്. Have you doubt വല്ലതും ഉണ്ടോ? ഹലോ, No, sir. Okay, then now let us see an very important derivation. അടുത്തത് so this is called Prandtl-Meyer relation. അപ്പോൾ ഇത് ഡിറൈവ് ചെയ്ത രണ്ട് സയന്റിസ്റ്റിന്റെ പേരിലാണ്, പ്രാൻറ്റിൽ ആൻഡ് മേയർ. So it is known in their names, Prandtl-Meyer relation. Actually it relates the upstream and downstream velocity. CX എന്ന് പറയുന്നത് എന്താണ്? ഷോക്കോവിന് മുമ്പുള്ള വെലോസിറ്റി. ആ വെലോസിറ്റി എന്തായിരിക്കും? എപ്പോഴും സൂപ്പർസോണിക് ആയിരിക്കും. നമ്മൾ പറഞ്ഞു ഒരു ഷോക്കോ ഉണ്ടായി കഴിഞ്ഞാൽ സൂപ്പർസോണിക് വെലോസിറ്റി പെട്ടെന്ന് സബ്സോണിക് കണ്ടീഷനിലോട്ട് മാറുമെന്ന് പറഞ്ഞു. സോ ദ Prandtl-Meyer relation relate CX and CY. CY എന്ന് പറയുന്നത് വെലോസിറ്റി ആഫ്റ്റർ ദ ഷോക്ക്. So this will Gx into Cy will be equal to a asterisk square. ഇതാണ് simply this relation is called Prandtl-Meyer relation. Velocity product of upstream and downstream velocity of the shock wave equal to square of a star. A star എന്ന് പറയുന്നത് എന്താണ്? A star എന്ന് പറയുന്നത് എന്താണ്? Critical sound velocity. So Cx into Cy will be equal to a asterisk square. അപ്പോൾ ഇത് ഈ റിലേഷൻ ആണ് Prandtl-Meyer റിലേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയാം, നമുക്കിതിൽ CX divided a asterisk, if you bring it to the left hand side, you can write this CX into a asterisk into CY by a asterisk will be equal to 1. അല്ലേ? CX a asterisk square split ചെയ്ത് CX by a asterisk into CY by a asterisk. എന്താണ് CX by a asterisk എന്ന് പറയുന്നത്? What is fluid velocity divided by critical velocity? എന്തെങ്കിലും ടേം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഇതെല്ലാം ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ പഠിച്ചതാ. എന്താണ്? മാക് നമ്പർ. സെക്കൻഡ് കൈൻഡ് മാക് നമ്പർ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. So you can, so this is mx star into my star. This will be equal to 1. അപ്പോൾ ഈ Prandtl-Meyer relation രണ്ട് ഫോംസ് നമുക്ക് പറയാം. ഒന്ന് CX into CY equal to a asterisk square. That is the product of upstream and downstream velocity of the shock wave equal to square of the critical sound velocity. Or you can say it as the product of second kind of Mach number before and after shock, mx asterisk into my asterisk equal to 1. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ഇതിൽ രണ്ടും കറക്റ്റ് ആണ്. ഇത് ഈ ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ ഈ പറയുന്ന നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാംസിനൊക്കെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന റിലേഷൻസിൽ ഒന്നാണിത്. അപ്പൊ അത് ഡിറൈവ് ചെയ്യാനായിട്ട് നമുക്ക് നോക്കാം. അപ്പൊ അതിന് നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻസ് തന്നെ നമുക്ക് മതി, പുതിയതായിട്ട് ഒരു ഇക്വേഷൻസും വേണ്ട. ഇവിടെ നോക്കുക, എനർജി ഇക്വേഷൻസ് ഓൾറെഡി ഇതിന്റെ ഒരു ഗവേണിംഗ് ഇക്വേഷൻസ് ആണ് ഷോക്ക് വേവിന്റെ. Hx plus Cx square by 2 equal to Hy plus Cy square by 2 which is also equal to HOX and HOY. അപ്പൊ ഇത് അഡിയാബാറ്റിക് എനർജി ഇക്വേഷൻ എടുക്കുക. And this equation you have studied it writing in this fashion, അല്ലേ?
ആ എനർജി ഇക്വേഷൻ നമ്മൾ വെലോസിറ്റിയുടെ ടേംസിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇത് ഈ ഡെറിവേഷൻസ് നിങ്ങളുടെ ടെക്സ്റ്റ് കാണും, നിങ്ങളുടെ നോട്ട്ബുക്കിൽ കാണും. നേരത്തെ എഴുതിയതാണ്. ax square by gamma minus 1 plus half cx square equal to ay square by gamma minus 1 plus half cy square equal to 1/2 gamma plus 1 by gamma minus 1 a asterisk square. ഇതിന്റെ കൂടെ വേറെ കാണും, നമുക്ക് ആവശ്യമുള്ള ഇത്രയേ ഉള്ളൂ. അതിൻ്റെ അകത്ത് കാരണം ഹാഫ് സി മാക്സ് സ്ക്വയർ ബൈ 2 ഒക്കെ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. എനർജി ഇക്വേഷൻസ് ഒരു 4-5 ടേംസ് വെച്ചിട്ട് അതിൽ നമുക്ക് വേണ്ട 3 ടേംസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതായത് തൊട്ട് മേലെ എഴുതിയിരിക്കുന്ന ഇക്വേഷൻസ് സൗണ്ടിന്റെ വെലോസിറ്റി ടേംസിൽ എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. സോ ax square by gamma minus 1 plus half cx square equal to ay square by gamma minus 1 plus 1/2 cy square equal to ഈ a naught square by gamma minus 1 എന്നാണ്. അത് ഈ that is converted in terms of critical. നമുക്ക് വേണ്ട ക്രിട്ടിക്കൽ വെലോസിറ്റി ആയതുകൊണ്ട് 1/2 gamma plus 1 by gamma. So this is the energy equation written in other form. ഈ ഇക്വേഷൻസ് നമുക്ക് ഓരോന്ന് എടുത്തിട്ട്, അതായത് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് പാർട്ട്, ഒന്നാമത്തെ മൂന്നാമത്തെയും പാർട്ട് തമ്മിൽ കമ്പയർ ചെയ്തിട്ട് അതിൽ നിന്ന് ഫോം ചെയ്താണ് ഇത് രണ്ടും. അപ്പൊ ഇവിടെ ax square by cx എന്ന രീതിയിൽ എഴുതാം. ax square by cx equal to gamma plus 1/2. ഇക്വേഷൻസിന്റെ അതിൽ നിന്ന് ഈ രീതിയിലുള്ള രണ്ട് ഇക്വേഷൻസ് നമുക്ക് ഫോം ചെയ്യാം. ax square by cx equal to gamma plus 1/2 a star square by cx minus gamma minus 1/2 cx. രണ്ടാമത്തെ ഇക്വേഷൻ. പിന്നെ സെക്കൻഡ് ടേമും തേർഡ് ടേമും കൂടി കമ്പയർ ചെയ്തിട്ട് I can write as ay square by cy equal to gamma plus 1/2 a star square by cy minus gamma minus 1/2 cy. ഈ ഇക്വേഷൻ ആ 3 ടേംസ് ചേർത്തിട്ട് അതിൽ നിന്ന് ഫോം ചെയ്ത രണ്ട് ഇക്വേഷൻസ് ആണത്. സോ I can write like this. Now let us take another equation. Momentum equation. നമ്മൾ momentum equation നമ്മൾ നേരത്തെ എഴുതിയതാണ്. px minus py equal to m dot by a cy minus cx. Or I can bring this to the left hand side. So px minus py a by m dot equal to cy minus cx. ഇനി മാസ് ഡെൻസിറ്റി ഓൾറെഡി നമ്മൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്. കണ്ടിന്യൂറ്റി ഇക്വേഷൻ ആണ് rho x cx or rho y cy. So that I can substitute here. Substitute ചെയ്യുമ്പോൾ എക്സിന്റെ വരുന്നിടത്ത് എക്സ് വരുന്നിടത്ത് ഇത് എടുക്കുക, y വരുന്ന ടേമിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. So accordingly I get px by rho x cx അല്ലേ, ഇത് ഡിവൈഡഡ് ബൈ ആണ്. It's also equal to the same as px minus py divided by m dot by a. അപ്പൊ m dot by a വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ m dot a വാല്യൂ എക്സിന്റെ ടേം വരുന്നിടത്ത് എക്സിന്റെ ടേംസ് ഇടുക, വൈയുടെ ടേം വരുന്ന വൈയുടെ ഇടുക. So px by rho x cx minus py by rho y cy into cy minus cx. cy minus cx already ഇവിടെ ഉണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡിലുണ്ട്. So that I can write like this. Then now I can consider the equation state. Equation state നമ്മൾ നേരത്തെ ഒരു ജനറൽ എക്സ്പ്രഷൻ പറഞ്ഞു, പക്ഷെ നമുക്ക് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന വെച്ചാൽ ഇക്വേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് p equal to rho rt ആണ്. So that I can use here. So using the equation state I can substitute for px. പ്രഷർ എങ്ങനെ ഇടാം? px I can write rho x into r tx ഇടാം, py എന്ന് പറയുന്നത് rho y into r ty ഇടാം. So you substitute that there. പ്രീവിയസ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പ്രഷറിന്റെ ടേംസ് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ rho x ക്യാൻസൽ ചെയ്ത് പോകും. rtx by cx minus rty by cy will be equal to cy minus cx. ഇനി ഇവിടെ ഒരു ഗാമ നമുക്കറിയാം, സൗണ്ടിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? സൗണ്ട് വെലോസിറ്റി റൂട്ട് ഗാമ ആർ ടി ആണ്. അപ്പൊ ഇവിടെ ആർ ടി ഇവിടെ ഉണ്ട്. അപ്പൊ ആ സൗണ്ട് വെലോസിറ്റി ടേം വരാൻ വേണ്ടി I have put a gamma here, then divided by gamma. അപ്പൊ ആ ഇക്വേഷൻസിനെ ഗാമ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡ് ചെയ്തു. So that will not change the equation. So gamma rtx I can write it as ax square. Gamma rty I can write it as ay square. Gamma cx വരും, ആ ഗാമ ഞാൻ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് മാറ്റി എഴുതി. So I get this equation finally. ax square by cx minus ay square by cy equal to gamma into cy minus 6. ആ ഇക്വേഷൻ നമുക്ക് കിട്ടും. ഇനി ഇവിടെ ഇതിന്റെ LHS നോക്കുക. LHS രണ്ട് ടേംസ് വരുന്നുണ്ട്, ax square by cx ഉം ay square by cy. അതാണ് ഞാൻ നേരത്തെ നമ്മൾ രണ്ടെണ്ണം ആദ്യമേ എഴുതി മാറ്റി വെച്ചേക്കുന്നത്. പ്രീവിയസ്ലി നമ്മൾ ഇവിടെ രണ്ട് ഇക്വേഷൻസ് എഴുതി വെച്ചിട്ടുണ്ട്. ഈ രണ്ട് ഇക്വേഷൻസ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത് അതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ യു ക്യാൻ യൂസ് ദിസ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദിസ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ 3 ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട്. സോ ഐ ക്യാൻ, so this is your ax square by cx and this is your ay square by cy. So you substitute that gamma cy. അത് ഇനി സിംപ്ലിഫൈ ചെയ്യാൻ മാത്രം മതി. ഇപ്പൊ ഈ രണ്ട് ടേംസ് കമ്പൈൻ ചെയ്യാം. ഈ രണ്ട് ടേംസ് കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് കോമൺ ആയിട്ടുള്ളത് gamma plus 1/2 a star square you can take outside.
So what remaining is 1 by Cx into 1 by Cy. Then these two terms are, you combine these two terms. So that will plus gamma minus 1 by 2 into Cy minus Cx. Now, the LCM എടുത്തു കഴിഞ്ഞാൽ Cx Cy minus Cx. അപ്പോൾ എല്ലായിടത്തും കോമൺ ആയിട്ട് ഒരു ടേം വരും. ഏതാണ്? Cy minus Cx കോമൺ ആണ്. അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് കളയാം. That you can cancel out. So what finally you get is gamma plus 1 by 2 a star square ഈ term into 1 by Cx Cy plus gamma minus 1 by 2 into gamma minus 1 by 2 equal to ഇവിടെ Cy minus Cx പോകുമ്പോൾ gamma മാത്രം വരും. Now this term you can move to the right hand side. So by moving that term, gamma plus 1 by 2 a star square 1 by Cx Cy equal to gamma minus 1 by 2, which will be gamma plus 1 by 2. അപ്പോൾ ഇവിടെ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കളയാൻ, ഇതും ക്യാൻസൽ ചെയ്ത് കളയാം. ഇപ്പൊ എന്തായി? ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഉള്ളത് ഇവിടെ എന്താണ്? റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒന്നുമില്ല, 1 ഉള്ളൂ. ഇവിടെ എ സ്റ്റാർ സ്ക്വയർ നമ്മുടെ വേണ്ട ഇക്വേഷൻ ആയി. So what finally left with on the left hand side is a star square equal into 1 by Cx Cy equal to 1. Or if you take Cx Cy to one side, like a star square അപ്പുറത്തോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ that gives you the relation what you want to obtain, which is Cx into Cy equal to a star square, which is the relation between upstream and downstream velocity. Cx is the upstream velocity, Cy is the downstream. Upstream എന്ന് പറയുന്നത് എന്താണ്? ഷോക്ക് വേവിന് മുമ്പുള്ള വെലോസിറ്റി, that will be supersonic value. Cy is the velocity after the shock wave, which will be subsonic value. So Cx into Cy, which will be equal to a asterisk square. Asterisk square എന്ന് പറയുന്നത് എന്താണ്? Critical sound velocity ആണ്. And that if you rearrange, നേരത്തെ ഞാൻ കാണിച്ചത് Cx by a asterisk into Cy by, sorry, this is Cy by a asterisk, that will be equal to 1. So this Cx by Ca a asterisk is mx asterisk and Cy by this is my asterisk. So that forms the another, that gives you another form of Prandtl-Meyer relation. mx star into my star equal to 1. ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ്. നിങ്ങൾ പഠിക്കുമ്പോൾ ഈ ഇക്വേഷൻസ്, ഇതുപോലുള്ള ഡെറിവേഷൻസ്, ഞാൻ ഈ പറയുന്ന ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന ഡെറിവേഷൻസ് സ്കിപ്പ് ചെയ്യരുത്. യു സ്റ്റഡി ഇറ്റ് വെൽ. സിമ്പിൾ ഡെറിവേഷൻസ് ആണ് നിങ്ങൾക്ക് ചെയ്യാവുന്നുള്ളൂ. ആകെ എനർജി ഇക്വേഷൻസ് തന്നെ റീറൈറ്റ് ചെയ്ത് അതിന്റെ സിംപ്ലിഫൈ ചെയ്ത് എടുക്കുന്ന ഇക്വേഷൻ ആണ്. So Prandtl-Meyer relation, these two forms always you keep it in mind. Cx Cy equal to a asterisk square or mx star into my star equal to 1. Okay. So that is what I want to complete today. I hope you understood the derivation. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. If you have any doubt, you can ask. Otherwise, you can stop the class, today's class here. Okay. നിങ്ങളുടെ പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. എക്സാം ഡേറ്റ്, സീരീസ് എക്സാം നമ്മുടെ റെപ്രസെൻറ്റേറ്റീവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എയുടെ റെപ്രസെൻറ്റേറ്റീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ സീരീസ് എക്സാംസ് 5-ാം തീയതി മുതലാണ്. 5, 6, 7, 8, 9 ഏതോ എത്ര എക്സാംസ് ഉണ്ട് ആ രീതിയിലായിരിക്കും. എല്ലാ ദിവസവും രാവിലെ 8:30 to 10 o'clock ആണ്. ആ രീതിയിലാണ് ഇപ്പോൾ ഒരു സർക്കുലർ വന്നിരിക്കുന്നത്. രാവിലെ 8:30 തൊട്ട് 10 മണി വരെ മൂഡിൽ വഴിയിട്ടായിരിക്കും എക്സാം. സോ യു പ്രിപ്പയർ ഫോർ യുവർ സീരീസ് എക്സാംസ് ഓൾസോ. ഫസ്റ്റ് 2 മൊഡ്യൂൾ നല്ല രീതിയിലാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കേസിൽ ഇപ്പോൾ എടുക്കുന്ന പോർഷൻ അതിനകത്ത് കാണത്തില്ല. ഓൾറെഡി വി ഹാവ് കംപ്ലീറ്റഡ് അവർ 1 and 2 modules. ഇപ്പോൾ 3rd മൊഡ്യൂളാണ് എടുക്കുന്നത്. സോ യു പ്രിപ്പയർ വെൽ ഫോർ ദി സീരീസ് എക്സാംസ്. ഓക്കെ. So with that I am stopping here. Thank you very much then. ഹലോ സാർ. Yes. സാർ, അപ്പോൾ സപ്ലിമെന്ററി എക്സാംസ് ഉള്ളവരോ? സീരീസ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല ആ അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. നമുക്ക് ഈ ആൾട്ടർനേറ്റീവ് ഡേറ്റ് സീരീസിന് വേണ്ടി കണ്ടെത്താൻ പറ്റില്ല. കാരണം ഇനിയിപ്പോ എല്ലാ ദിവസവും സപ്ലിമെന്ററിയാ. അപ്പൊ ഇന്നിപ്പോ 4 നടക്കേണ്ടത് നാളെ മുതൽ S1 and 2 ഉണ്ട്, പിന്നെ S8 വരുന്നു, S7 വരുന്നു, S5 വരുന്നു, ഒക്കെ വരും. അപ്പൊ എല്ലാ ദിവസവും സപ്ലിമെന്ററി വരും. അപ്പൊ ചെയ്യാൻ പറ്റുന്നത് സപ്ലി ഉള്ളവർ സപ്ലി എക്സാംസ് എഴുതുക, അവർക്ക് ആൾട്ടർനേറ്റീവ് എന്തെങ്കിലും കണ്ടെത്താം. എല്ലാവർക്കും സപ്ലി കാണില്ലല്ലോ. ഓക്കെ സാർ. സപ്ലിമെന്ററി എക്സാം ഉള്ളവർക്ക് സപ്ലിമെന്ററി എക്സാം എഴുതിക്കോളൂ. അത് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് നോർമലി നമ്മൾ ആ രീതിയിൽ എന്താണോ കോളേജിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് അവർക്ക് റീ എക്സാമിന്റെ കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ അവർ സപ്ലിമെന്ററി എക്സാം എഴുതുന്നവരായിരിക്കണം, എഴുതിയിട്ടുണ്ടായിരിക്കണം. രജിസ്റ്റർ ചെയ്താൽ മാത്രം പോരാ, അവർ ആബ്സെന്റ് ആവാൻ പാടില്ല. അവിടെ പോയിട്ട് അവർ സപ്ലി എക്സാം എഴുതിയിട്ടുണ്ടാവണം. ജെന്യുവൻ റീസൺസ് പെർമിറ്റ് ചെയ്യും.
അത് നമ്മൾ എപ്പോഴും ചെയ്യുന്നതല്ലേ. ഓക്കെ സാർ. ഓക്കെ.